വാർത്തകൾ തുടരുന്നു. ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം അയച്ച സംഭവത്തിൽ സർക്കാരിന് തിരിച്ചടി. ഇനി വിവരങ്ങൾ പുറത്ത് വിടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിവരങ്ങളുമായി. ആന്റണി, ഈ ഒരു ഉദ്യോഗസ്ഥരുടെ വാട്സാപ്പിലേക്ക് ഇത്തരത്തിൽ സന്ദേശം എത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇനി വിവരങ്ങൾ പുറത്ത് വിടരുത് എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ സ്പാർക്കിലെ വിവരങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിലെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിച്ച് അതിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് ഈ DA അടക്കം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിഗത മെസ്സേജുകൾ മുഖ്യമന്ത്രിയുടെ പേരിൽ ഓഫീസിൽ നിന്ന് ലഭിച്ചത് വാട്സപ്പ് വഴി. അതിനെതിരെ കഴിഞ്ഞ ദിവസം 2 സർക്കാർ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിർദ്ദേശം വന്നിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി. ഇനി ഇതുപോലെ ഡേറ്റ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അത് പുറത്ത് വിടരുത് എന്നുള്ള കർശന നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, എവിടെ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ വിവരങ്ങൾ കിട്ടിയത് എന്ന ഒരു ചോദ്യവും കൂടി ഹൈക്കോടതി ചോദിക്കുന്നു സർക്കാരിനോട്. മാത്രമല്ല, ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ സ്വകാര്യതയുടെ ലംഘനമുണ്ടെന്ന് കൂടി കോടതി വ്യക്തമാക്കുകയാണ്. ഇനി ഒരു കാരണവശാലും ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ കിട്ടിയ വിവരങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം അല്പം അടക്കം സർക്കാർ തേടി എങ്കിലും അത് ഇപ്പോഴും കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. കോടതി അത് ഇപ്പോഴും പരിഗണിച്ച് കൊണ്ടിരിക്കുകയാണ് കേസ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഏറ്റവും ഉള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അതുപോലെ തന്നെ സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർക്ക്, അങ്ങനെ അധ്യാപകർക്കടക്കം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മെസ്സേജുകൾ, വ്യക്തിഗതമായ മെസ്സേജുകൾ ചെല്ലുന്നത്. ഇത് ഈ ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നത് പ്രകാരം ഈ ശമ്പള സോഫ്റ്റ്വെയർ ഉണ്ട് ഗവൺമെന്റിന്. ആ ശമ്പള സോഫ്റ്റ്വെയറിൽ നൽകിയ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ഉദ്യോഗസ്ഥർക്ക് മെസ്സേജ് അയച്ചത്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ശേഖരിക്കുന്ന വിവരങ്ങൾ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം സുപ്രീം കോടതിയും പിന്നീട് ഹൈക്കോടതിയും അടക്കം നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലംഘനമാണ് ഉള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഏതായാലും അതിപ്പോൾ ഹൈക്കോടതി തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഈ വിവരങ്ങൾ ഇനി പുറത്ത് വിടരുത് എന്നുള്ള നിർദ്ദേശമാണ് കോടതി കൃത്യമായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് സ്പാർക്കിലെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചതെന്ന് ചോദിക്കുന്നു. മാത്രമല്ല, ഇത് സ്വകാര്യതയുടെ ലംഘനം, ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ സ്വകാര്യതയുടെ ലംഘനമാണെന്ന് കൂടി കോടതി പറയുകയും ചെയ്യുന്നു. ഏതായാലും ഹർജി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹർജി ഈ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി. ഇനി മെസ്സേജുകൾ അയക്കരുത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സാപ്പിൽ ഇത്തരത്തിൽ മെസ്സേജുകൾ വന്നിരുന്നു. ഈ DAയുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെയും പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ആ മെസ്സേജുകൾ വാട്സാപ്പിൽ ഈ ആളുകൾക്ക്, ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നത്. ഇത് ഡേറ്റ ചോർച്ചയാണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷമാണ്. കാരണം സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് അവിടെ ഉദ്യോഗസ്ഥർ ശമ്പളത്തിനും മറ്റുമായി നൽകിയിരിക്കുന്ന അവരുടെ എല്ലാ വ്യക്തിഗത വിവരങ്ങളും ഈ സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഡേറ്റ ചോർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ നിന്ന് ഡേറ്റ ചോർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് ഈ സ്പാർക്കിലെ വിവരങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സ്പാർക്കിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓരോരുത്തരുടെയും വിവരങ്ങൾ ശേഖരിച്ച് അവരെന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ മെസ്സേജുകൾ അയച്ചത്. ഏതായാലും ആ നടപടിയിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി ഈ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യരുത്, ഇനി ആർക്കും സന്ദേശം അയക്കരുതെന്ന് കൂടി കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, അടുത്ത ദിവസങ്ങളിലാണ് നവകേരള സർവേ സർക്കാർ നടത്തുന്ന അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. അതിന് പിന്നാലെ ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അടുത്ത ഒരു തിരിച്ചടി കൂടി ഉണ്ടാവുകയാണ്. ശരി, സ്പാർക്കിലെ വിവരങ്ങൾ ചോർത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം അയച്ച സംഭവത്തിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഇനി വിവരങ്ങൾ പുറത്ത് വിടരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.